കർത്താവിൻ്റെ തന്നെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പരിശുദ്ധ നോയമ്പിൽ ദയവുള്ളവരാകണം, താഴ്മയുള്ളവരാകണം, ആത്മനിയന്ത്രണമുള്ളവരാകണം. വാക്കുകളിലെ ദയ മറ്റുള്ളവർക്ക് ആശ്വാസം പകരും. ചിന്തകളിലെ ദയ വിനയമുണ്ടാക്കും. പ്രവർത്തികളിലെ ദയ സ്നേഹം മടക്കിത്തരും. വിശുദ്ധിയുടെ ഉന്നത ശൃംഗത്തിൽ എത്തണമെങ്കിൽ വിനയം വേണം. എടുത്തെറിഞ്ഞാലും നശിച്ചു പോകാത്ത ധനം ഏത് എന്ന ചോദ്യത്തിന് മാർ എബ്രായ പറയുന്ന ഉത്തരം വിനയം എന്നാണ്. വിനയം പാപത്തിൻ്റെ ശക്തിയെ നശിപ്പിക്കുകയും നമ്മെ ദൈവപുത്രന്മാരാക്കുകയും ചെയ്യും. വിനയമുള്ളവർക്ക് ആത്മീക പക്വത ലഭിക്കും. ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടും. ആത്മനിയന്ത്രണം മാലാഖമാരുടെ ആത്മീകതയിലേക്ക് നമ്മെ ഉയർത്തും. ഖലീൽ ജിബ്രാൻ മാലാഖമാരെ പറ്റി പറയുന്നത്, ആവശ്യങ്ങളുടെയും ആർഭാടങ്ങളുടെയും അതിരു വരയുവാൻ ആർക്കും കഴിയുകയില്ല, മാലാഖമാർക്കേ അത് സാധിക്കൂ എന്നാണ്. ജി.കെ. ചെസ്റ്റർട്ടൺ മാലാഖമാരെ പറ്റി പറയുന്നത്, മാലാഖമാർക്ക് പറക്കുവാൻ കഴിയും, കാരണം അവർ തങ്ങളെ തന്നെ ഭാരമില്ലാത്തവരായി കരുതുന്നു. അംഗം പൊരുതുന്നവൻ സകലത്തിലും വർജനം ആചരിക്കണം. ആവശ്യങ്ങൾക്കും ആർഭാടങ്ങൾക്കും അതിരുവെച്ചാൽ സ്വർഗത്തിലേക്ക് പറക്കാം. ഈ പരിശുദ്ധ നോയമ്പിൽ വിനയത്തിലൂടെയും ആത്മനിയന്ത്രണത്തിലൂടെയും ദൈവപുത്രന്മാരാകുവാനും സ്വർഗത്തിലേക്ക് കരയേറുവാനും നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.